ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ തന്നെ വഷളായി നിൽക്കുന്ന ഇന്ത്യ ചൈന ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ ചൈനയിൽ നിന്നും പുറത്തു വരികയാണ്. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് വാർത്തയാക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുകയാണ്. ചൈനീസ് സർക്കാർ ഇക്കഴിഞ്ഞ ഡിസംബർ 25-ന് ഈ പദ്ധതിക്കുള്ള അന്തിമ അംഗീകാരം നൽകിയതായി ചൈനയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന ടിബറ്റിൽ നിന്നും ഒഴുക്കാരംഭിക്കുന്ന എർലാങ് സാങ്ബോ എന്ന നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ ചൈന പദ്ധതിയിടുന്നത്. ചൈനയിലെ ഏറ്റവും വലിയ ഡാമും ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുമായ ത്രീ ജോർജസ് ഡാമിന്റെ 3 ഇരട്ടി വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഒരു ഡാമാണ് ബ്രഹ്മപുത്രയിൽ നിർമ്മിക്കാൻ ചൈന ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, സിയാങ് പോലെയുള്ള നദികളിലെ ഒഴുക്ക് ഗണ്യമായി കുറയുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. BJP എംപിമാർ പോലും അരുണാചൽ പ്രദേശിൽ നിന്നുള്ള BJP MP ആയിട്ടുള്ള താപ്പർ ഗാവോ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗുരുതരമായ ആശങ്കകൾ പങ്കുവച്ച് രംഗത്തുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം $137 ബില്യൺ ചിലവ് വരുന്ന ഒരു പദ്ധതിക്കാണ് ചൈന തുടക്കമിടാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 25-ന് അതിന്റെ അന്തിമ അംഗീകാരം ചൈനീസ് സർക്കാർ നൽകിയതായാണ് ചൈനീസ് സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇന്ത്യയിലെ നാഡീഞരമ്പെന്ന് വിളിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസമിന്റെയും അരുണാചൽ പ്രദേശിന്റെയും കാലാവസ്ഥയെ പോലും തീരുമാനിക്കുന്ന ബ്രഹ്മപുത്ര, സിയാങ് പോലെയുള്ള നദികളിലെ ഒഴുക്ക് ഇനി ഗണ്യമായി കുറയും. നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നദീജലം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ കരാറുകളൊന്നും തന്നെ നിലവിലില്ല. ആകെയുള്ളത് 2006-ൽ ഇരു രാജ്യങ്ങളും ചേർന്ന് തീരുമാനിച്ച ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഏറ്റവും അവസാനം യോഗം കൂടുന്നത് 2019-ലെ അതിർത്തി സംഘർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം ഒരു യോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ചൈന പ്രകോപനപരമായ ഇത്തരം ഒരു അണക്കെട്ട് നിർമ്മാണ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഇന്ത്യയിലുമായി ചൈനയ്ക്ക് നിരവധി പ്രദേശങ്ങളിൽ, ലഡാക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഗുരുതരമായ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇടയ്ക്ക് ഇന്ത്യ ചൈന പ്രതിനിധി സംഘം ഒരു ചർച്ച നടത്തുകയും ചില സമവായ ശ്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയുമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ട് നിർമ്മിക്കുവാനായി നാംചെ ബർവാൻ മലനിരകളിൽ ഏറ്റവും ചുരുങ്ങിയത് 6ഓളം 20 കിലോമീറ്റർ നീളം വരുന്ന തുരങ്കങ്ങൾ ചൈനയ്ക്ക് നിർമ്മിക്കേണ്ടതായി വരും. ഈ മേഖലയിൽ വലിയ തോതിൽ ഭൂചലന സാധ്യതയും ഉള്ളതിനാൽ വളരെ കരുതലോടെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിക്കായിരിക്കും ചൈന നേതൃത്വം കൊടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ചൈനീസ് സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ BJP MP ആയിട്ടുള്ള താപ്പർ ഗാവോ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ താപ്പർ ഗാവോ മുൻപ് അരുണാചൽ പ്രദേശിൽ ചൈന ഒരു പാലം നിർമ്മിച്ചതായി ഒരു വെളിപ്പെടുത്തൽ നടത്തി ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു BJP MP ആണ്. അതേ താപ്പർ ഗാവോ തന്നെ പറയുകയാണ്, ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല, ബ്രഹ്മപുത്ര ഒഴുകുന്ന ബംഗ്ലാദേശിന് പോലും വിനാശകരമായിരിക്കും എന്നാണ്. എന്ത് തന്നെയായാലും ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യം ഉറപ്പാണ്.